ഗൈസ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയത് എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് RS200. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ RS200 പുതിയൊരു കളർ സ്കീം, അല്ലെങ്കിൽ പുതിയൊരു കളർ സ്കീം എന്നല്ല, ഇനി നിലവിൽ ഈ കുറച്ച് കളേഴ്സിൽ ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കളേഴ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ പറയാൻ പോകണം. അപ്പോൾ കൂടാതെ നമ്മൾ ഈ ഒരു RS200 BS6 മോഡലിൻ്റെ പക്ക ഒരു ഫുള്ളി റൈഡ് റിവ്യൂവിനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാവുന്നതാണ്. ഓക്കെ, കാര്യം പറയേണ്ടത് നമ്മളെ ഈ ഒരു മോട്ടോപ്രിക്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഒന്നല്ല, ഏകദേശം 3 ഗ്രൂപ്പായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു റൈഡേഴ്സ് ക്ലബ്ബ് എന്ന രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലിൽ ബജാജിൻ്റെ ഒരു പുതിയൊരു കളർ വേരിയൻ്റ് ആണോ എന്നല്ല, അത് കൂടാതെ കാര്യമായിട്ട് ഫീച്ചേഴ്സിലൊന്നും തന്നെ ഒരു മാറ്റവും ഇല്ല. സെയിം എഞ്ചിൻ, സെയിം ഫീച്ചേഴ്സ് കാര്യങ്ങൾ തന്നെ ഈ ഒരു മോഡലില്ലേ നമുക്ക് നല്ലൊരു ചേഞ്ച് കാര്യങ്ങളൊക്കെ തോന്നും. ഈ ഒരു കണ്ട ഈ ഒരു റെഡ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുന്ന് ഈ വൈറ്റ് ഒക്കെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിലും കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടെ കണ്ട ഇവിടെ ചെറിയൊരു വൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കളർ ഇപ്പോൾ ഞാൻ NS200 കളർ സ്കീമിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ കാണുന്ന പോലെയുള്ള നല്ല, പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷനായി. ഇതെനിക്ക് ഇഷ്ടപ്പെടില്ലേ? എന്നാലും കുഴപ്പമില്ല കേട്ടോ, വണ്ടി രസമുണ്ട് കാണാൻ. പക്ഷെ എന്നാലും പഴയ ആ ഒരു റെഡിൻ്റെ ആ അത്രത്തോളം ഒരു എടുപ്പ് എനിക്ക് ഈ ഒരു വണ്ടി കളറിൽ തോന്നാനല്ല. ഇതിൻ്റെ ബാക്കിയുള്ള കളർ കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയം. വണ്ടി എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ റെഡ് ആ ഒരു വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്നുള്ള ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതും കാണിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ ഈ ഒരു വൈറ്റ് വന്നത് കാരണം മൊത്തത്തിലൊരു വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കളറ് വലുതായിട്ട് ബോധിച്ചില്ല. അത് എഴുതിയിട്ട് ഞാൻ രസമില്ലാന്നില്ല കാരണം അടിച്ച് താഴ്ത്തുന്നല്ല, മൊത്തത്തിലായിട്ട് ബോധിച്ചില്ല ഈ ഒരു കളർ, അത്രമാത്രം. എന്നാലും വണ്ടി പഴയ പോലെ അത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. പഴയ ഇപ്പോൾ ബിൽഡ് ക്വാളിറ്റി, പെയിൻറ്റ് ക്വാളിറ്റി ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്ലോസി ആട്ടോ കൊടുത്തില്ല, ഗ്ലോസി ഫിനിഷിന് കൊടുത്തില്ല. കൂടാതെ തന്നെ 160 ആണെങ്കിലും ഗ്ലോസി ആട്ടോ. ഞാൻ ആ NS എടുത്ത അന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ 160 അവിടെ കണ്ട 160 ഇപ്പോഴും അവിടെ തന്നെ കാണുന്നുണ്ടാവും. കൂടാതെ തന്നെ ഈ ഒരു മോഡലിൻ്റെ ഫ്രണ്ട് തന്നെ നമുക്ക് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു വൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഫസ്റ്റ് ലുക്കിൽ ഈ ഒരു റെഡും ഈ ഒരു വൈറ്റൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് മറ്റു നോട്ടത്തിൽ അതൊക്കെ തന്നെ മാറ്റം വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇതിൽ കുറച്ചുകൂടെ ഇവിടെ ക്വാളിറ്റി കൊടുത്തൊരു ഫീലുണ്ട്. ഇവിടെ ചെറിയൊരു എന്തൊരു സ്റ്റിക്കർ രീതിയിൽ ഒട്ടിച്ചിട്ടുണ്ട്, ഒരു മാറ്റ് സ്റ്റിക്കർ. ആ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഈ ഒരു മോഡലിൽ തോന്നുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനൊക്കെ സംസാരിക്കുകയാണെങ്കിലും 199 cc ആണ്, ലിക്വിഡ് കൂളിംഗ് എഞ്ചിനാണ്. ഡുവൽ ചാനൽ ABS നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുണ്ട്. NSലാണെങ്കിലും അതില്ല. ഏകദേശം 300 mm ഡിസ്കും 220 mm റെഡ് ഡിസ്ക് തന്നെ വരുന്നത് കേട്ടോ. സ്പെക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതാണ് നമ്മൾ മറ്റേ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മൊത്തം വൈറ്റാണ് കൈസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോർമലി BS6 ഉണ്ടായിരുന്ന ഫസ്റ്റ് മോഡലുണ്ടായ പോലെ തന്നെ ഒരു റബ്ബർ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ഉപകാരമായിട്ട് നമുക്ക് കയറിയിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല. എന്തായാലും ടാങ്കുമായി തട്ടുന്ന പ്രശ്നമോ കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രശ്നമൊന്നും തോന്നില്ല. ഇവിടെ ഒരു മാറ്റ് ബ്ലാക്ക് ആ ഫ്രണ്ടിൽ കൊടുത്തില്ല, ആ സെയിം സ്റ്റിക്കറിനെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ ബ്ലാക്ക് പീസാണ് കൊടുത്തില്ല. ഇവിടെ ഒരു പ്ലെയിൻ മാറ്റ് ബ്ലാക്ക്, ഇവിടെയൊക്കെയാണ് ഈ പ്ലെയിന് മാറ്റാണ് കൊടുത്തില്ല കേട്ടോ, ബ്ലാക്ക്. ഇത് വൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ. കൂടാതെ ഇവിടെ ചെറിയൊരു എയറിൻ്റെ ലെയർ പാസ് ചെയ്യുന്ന രീതിയിലല്ല, ജസ്റ്റ് ഒരു പീസ് പോലെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു താഴെ ഇവിടെയൊക്കെ ഫുള്ള് പ്ലെയിൻ മാറ്റാണ്. എന്നാലും ഇവിടെ നമുക്ക് 200ൻ്റെ ഒരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡലിൽ. കൂടാതെ ഇത് ഒരു നോർമൽ ക്വാളിറ്റി ആട്ടോ. സത്യം പറഞ്ഞാൽ ഇതുകൂടെ കുറച്ച് നല്ലൊരു ക്വാളിറ്റി RS കൊടുക്കേണ്ടിയിരുന്നു. അതിൽ എൻ്റെ ഇവിടെയൊക്കെ പക്കയാക്കിയിട്ട് ഇവിടെ മാത്രം ഒരു നോർമൽ പെയിൻറ്റിങ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പെയിൻറ്റിൻ്റെ അത്രത്തോളം ക്വാളിറ്റി എനിക്ക് ഈ ഒരു താഴത്തെ പെയിൻറ്റിൽ തോന്നുന്നില്ല കേട്ടോ. ഈ ഒരു മോഡലിൻ്റെ അലോയ് വീല് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു വൈറ്റ് പെയിൻ്റ് ആട്ടോ, നമ്മൾ NSലൊക്കെ വന്ന പോലെ തന്നെ കൊടുത്തില്ല. കൂടാതെ ഒരു റെഡിൻ്റെ ചെറിയൊരു ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ വീലിനും കൊടുത്തിട്ടുണ്ട്. എന്തായാലും വണ്ടി ടോട്ടൽ നോക്കുമ്പോൾ ലുക്ക് ഉണ്ട്. ഞാൻ നേരത്തെ എനിക്ക് അത്രത്തോളം ബോധിച്ചില്ല എന്ന് പറഞ്ഞത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങൾക്ക് പറയട്ടെ. എന്തായാലും നോക്കുമ്പോൾ ഇപ്പോൾ വന്ന കളർ ഏകദേശം ഇതിൽ 3 കളറാണ് അവൈലബിൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ ബാക്കിയുള്ള കളറൊന്നും ഷോറൂമിൽ അവൈലബിൾ അല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കാത്തത്. അപ്പോൾ ഗൈസ് ഈ ഒരു മോഡലിൽ നമ്മളെല്ലാ RS200 കാണുന്ന പോലെയുള്ള ആ ഒരു സിമ്പിളായിട്ട് തന്നെയാണ് ഇതിൻ്റെ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. BS6 വന്ന ആ സെയിം എക്സോസ്റ്റ് നോട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. അതുകൊണ്ട് കാണിക്കുന്നില്ല. നോർമലായിട്ടൊരു ഫൈബർ പീസാണ്, അങ്ങനെ കാര്യമായിട്ടൊരു പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും കൊടുക്കാത്തൊരു പീസാണ്. കൂടാതെ തന്നെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ആ ഒരു RS200 എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ റെഡ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ബാക്കത്തെ ആ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ തോന്നുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സ് നമുക്ക് വരുന്നത് കളർ വൈറ്റും കൂടാതെ തന്നെ ഗ്രേയും പിന്നെ റെഡും. ഇതിലൊക്കെ തന്നെ ആ ഒരു ഫ്രെയിമിൻ്റെ ഭാഗത്ത് ആ ഒരു വൈറ്റ് അലോയ് വീലോ കാര്യങ്ങളൊക്കെ തന്നെ വൈറ്റ് ആയിരിക്കും.
കൂടാതെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഒരു ഭാഗത്താണെങ്കിലും ഏകദേശം അതുപോലെ തന്നെയാണ് ഉള്ളത്. RS200 കാര്യങ്ങളൊക്കെ ഇതിൽ. കൂടാതെ ഇപ്പുറത്തെ ലുക്കിലും അതിന് കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. പിന്നെ നോർമലി സാരി കാർഡ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നത്. അപ്പോൾ NS200ൻ്റെ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ കുറേ ആളുകൾ ആ ഒരു കളർ രസമല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഈ ഒരു കളർ അത്രത്തോളം ബോധിച്ചില്ല. എന്നാൽ ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ ഇതിൻ്റെ റെഡാണ് കേട്ടോ. ഈ ഒരു മോഡലും റെഡും ഗ്രേയും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1,90,000 രൂപയാണ്. പ്രൈസിലാണെങ്കിലും അങ്ങനെ കാര്യമായിട്ടൊരു മാറ്റം വന്നിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ടാങ്കിലൊക്കെ മൊത്തം വൈറ്റ് ആണ്. കൂടാതെ തന്നെ ആ ഒരു ഫ്രെയിമിൽ കൊടുത്തിട്ടുള്ള സൈഡിൽ വൈറ്റ്, കൂടാതെ ഫ്രണ്ടിൽ തൈര് കൊടുത്തിട്ടുള്ള വൈറ്റ്, കൂടാതെ അങ്ങനെ കളേഴ്സിലാണ് കാര്യമായിട്ടൊരു മാറ്റം ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ പുതിയ വേരിയൻറ്റിൽ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പഴയ കളർ അവൈലബിൾ അല്ല എന്ന് നമുക്ക് ഷോറൂമിൽ നിന്ന് അറിഞ്ഞ്. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് മറ്റുള്ള വണ്ടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലൂടെ ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഗൈസ് ഈ ഒരു വണ്ടിയിൽ എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയത് എന്താ വെച്ചാൽ, സത്യം പറഞ്ഞാൽ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, RS200ൻ്റെ ഈ ഒരു ബാക്കത്തെ ലൈറ്റാണ്. തീർച്ചയായിട്ടും ഈ ഒരു ലൈറ്റ് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ തീർച്ചയായിട്ടും എടുത്ത് ആ ബ്രേക്ക് ലൈറ്റ് മാറ്റിയിട്ട് ഒരു ചെറിയ ബ്രേക്ക് ലൈറ്റ് ഈ ഒരു ബാക്കിലായിട്ട് ഇവിടെ കൊടുക്കും. എന്നിട്ട് ആ ഇൻഡിക്കേറ്റർ കാര്യത്തിന് സെപ്പറേറ്റ് സ്റ്റാൻഡ് വെച്ചിട്ട് അതിന് നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്യും. അധികം ആളുകളും അങ്ങനെ തന്നെ ചെയ്ത് കണ്ടിട്ടില്ല. ഞാനാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു പോകും. കാരണം ഈ ഒരു വണ്ടിക്ക് ഒരിക്കലും ഈ ഒരു ടൈൽ ലൈറ്റ് മാച്ച് ചെയ്യുന്നില്ല. പക്ഷേ കാണാൻ രസമൊക്കെ ഉണ്ട്, പക്ഷേ വണ്ടി നമുക്ക് മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വണ്ടി നമുക്ക് റിവ്യൂ തന്നിട്ടുള്ളത് നമുക്ക് എന്നും തരുന്ന പോലെ തന്നെ പെരിന്തൽമണ്ണ KVR ബജാജ് എന്ന് പറഞ്ഞ ഷോറൂം ആട്ടോ. അപ്പോൾ ഇവരെ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി സംബന്ധമായ എൻക്വയറി കാര്യങ്ങളൊക്കെ ഇവരെ വിളിക്കാവുന്നതാണ്. ഒരു ഫീലുണ്ട് കേട്ടോ. ഞാൻ BS6 ഓൾറെഡി പറഞ്ഞതാണ്. കാരണം ഫയറിങ്ങിൻ്റെ ഇപ്പോൾ കണ്ട അത്യാവശ്യം ഇപ്പോൾ ഞാൻ പോകുന്നത് സെക്കൻഡ് ഗിയറാണ്. സെക്കൻഡ് ഗിയറാണെങ്കിൽ അങ്ങനെ വണ്ടിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടൊരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ നമ്മളെ വീഡിയോ, നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗൈസ്.